അവസാന നിമിഷത്തിൽ കെ.സിയുടെ താണ്ഡവം. ഇതാ മന്ത്രിമാർ. മുഖ്യധാര മാധ്യമങ്ങളുടെ പ്രവചനങ്ങളെയും രാഷ്ട്രീയ കേരളത്തെയും അമ്പരപ്പിച്ചുകൊണ്ട് വി.ഡി. സതീശൻ മന്ത്രിസഭയിൽ കെ.സി. വേണുഗോപാൽ സമ്പൂർണമായ ആധിപത്യം നേടിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. വി.ഡി. സതീശൻ, രമേശ് ചെന്നിത്തല, കെ. മുരളീധരൻ, ബിന്ദു കൃഷ്ണ എന്നിവർ ഒഴികെയുള്ള മന്ത്രിമാർ എല്ലാവരും തന്നെ കെ.സി. വേണുഗോപാലിനെ പിന്തുണയ്ക്കുന്നവരാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതുവരെ പ്രവചിച്ച എല്ലാ പ്രവചനങ്ങളെയും അട്ടിമറിച്ചുകൊണ്ട് അവസാന നിമിഷത്തിൽ കെ.സി. വേണുഗോപാൽ കളത്തിലിറങ്ങി കളിച്ചുകൊണ്ട് എല്ലാ പ്രവചനങ്ങളെയും നിഷ്പ്രഭമാക്കിയിരിക്കുകയാണ്. എന്തെല്ലാമാണ് വകുപ്പുകൾ, ആരെല്ലാമാണ് മന്ത്രിമാർ, ആരെല്ലാമാണ് കെ.സി. വേണുഗോപാലിനെ പിന്തുണയ്ക്കുന്നവർ എന്നത് സംബന്ധിച്ച് നമുക്ക് വിശദമായി പരിശോധിക്കാം. വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയാകും. ഒപ്പം തന്നെ ധനകാര്യ വകുപ്പും പൊതുഭരണവും തുറമുഖ വകുപ്പും അദ്ദേഹം കൈകാര്യം ചെയ്യും. രമേശ് ചെന്നിത്തല ആഭ്യന്തര വകുപ്പും വിജിലൻസ് വകുപ്പും കൈകാര്യം ചെയ്യും. ഇതിലപ്പുറത്തേക്ക് മന്ത്രിമാരുടെ വകുപ്പുകളെ സംബന്ധിച്ച് ഇന്ന് നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പറഞ്ഞില്ല. കാരണം അത് പിന്നീട് ചർച്ച ചെയ്ത് തീരുമാനിക്കും. അതിനുശേഷം ഗസറ്റിൽ പരസ്യപ്പെടുത്തിയ ശേഷം മാത്രമേ അന്തിമമായ തീരുമാനം ഉണ്ടാവുകയുള്ളൂ. ഇപ്പോൾ പ്രചരിക്കുന്ന വാർത്തകൾക്ക് കാര്യമായ അടിസ്ഥാനമില്ല. അതൊക്കെ മാറി മറിയും. അതുകൊണ്ട് വകുപ്പുകൾ ഇന്ന് തീരുമാനിക്കുന്നില്ല എന്ന് വി.ഡി. സതീശൻ അറിയിച്ചു. കെ. മുരളീധരനാണ് മറ്റൊരു മന്ത്രി. എ.പി.എൽ. കുമാർ, ബിന്ദു കൃഷ്ണ, കെ.എ. തുളസി, എം. ലിജു, സണ്ണി ജോസഫ്, പി.സി. വിഷ്ണുനാഥ്, റോജി എം. ജോൺ, ടി. സിദ്ദിഖ്, ഒ.ജെ. ജനീഷ് എന്നിവരാണ് കോൺഗ്രസിൽ നിന്നും മന്ത്രിമാരാവുക. തിരുവഞ്ചൂർ രാധാകൃഷ്ണന് സ്പീക്കർ സ്ഥാനം കൊടുത്തിട്ടുണ്ട്. ഷാനിമോൾ ഉസ്മാന് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം കൊടുത്തിട്ടുണ്ട്. ഇതിൽ കെ. മുരളീധരൻ, ബിന്ദു കൃഷ്ണ, രമേശ് ചെന്നിത്തല, വി.ഡി. സതീശൻ എന്നിവർ ഒഴികെ ബാക്കി എല്ലാവരും തന്നെ കെ.സി. വേണുഗോപാലിനെ പിന്തുണയ്ക്കുന്നവരാണ്. മാധ്യമങ്ങളൊന്നും ചർച്ച ചെയ്യാതിരുന്ന 3 പേരുകളെയാണ് കെ.സി. വേണുഗോപാൽ അവസാന നിമിഷത്തിൽ മന്ത്രിമാരാക്കിയത്. കെ.എ. തുളസി, റോജി എം. ജോൺ, ഒ.ജെ. ജനീഷ് എന്നിവരെയാണ് തന്ത്രപരമായ നീക്കത്തിലൂടെ അവസാനത്തെ അട്ടിമറിയിലൂടെ കെ.സി. വേണുഗോപാൽ മന്ത്രിസഭയിൽ എത്തിച്ചത്. അതോടുകൂടി മന്ത്രിസഭയിലെ തൻ്റെ ഭൂരിപക്ഷം മൃഗീയമായി നിർത്താൻ കെ.സി. വേണുഗോപാലിന് കഴിഞ്ഞിരിക്കുകയാണ്. അതായത് സതീശൻ വെറും ഒരു പാവ മുഖ്യമന്ത്രിയായിരിക്കും കാര്യങ്ങൾ തീരുമാനിക്കുന്നത് കെ.സി. വേണുഗോപാലിനെ അനുകൂലിക്കുന്ന ബഹുഭൂരിപക്ഷം മന്ത്രിമാരാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് സതീശന് സ്വസ്ഥമായി ഭരിക്കാൻ കഴിയില്ല എന്ന് ചുരുക്കം. കെ.സി. വേണുഗോപാൽ പറയുന്നു, മന്ത്രിമാർ അനുസരിക്കുന്നു. ആ ഘട്ടത്തിലേക്ക് സ്ഥിതികൾ മാറിയിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് വി.ഡി. സതീശന്റെ വിശദീകരണം ഇങ്ങനെയാണ്: എല്ലാവരെയും മന്ത്രിമാർ ആക്കാൻ പറ്റില്ലല്ലോ. 63 കോൺഗ്രസ് MLA-മാരുണ്ട്. അവരെല്ലാം തന്നെ മന്ത്രിമാരാകാൻ അർഹരായവരാണ്. ചില മന്ത്രിമാരാകാൻ അർഹരായവരൊക്കെ തഴയപ്പെട്ടു പോയി. അങ്ങനെയുള്ള ചില ന്യായീകരണങ്ങളാണ് അദ്ദേഹം നടത്തിയത്. മറ്റൊരു ന്യായീകരണം അദ്ദേഹം പറയുന്നത്, ഈ മുൻപ് പറഞ്ഞ പേരുകളെല്ലാം തന്നെ പത്രക്കാരുണ്ടാക്കിയ പേരുകളാണ്. അതൊന്നും തന്നെ യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യങ്ങളായിരുന്നില്ല, കോൺഗ്രസ് തീരുമാനിച്ച കാര്യങ്ങളായിരുന്നില്ല എന്ന് പറഞ്ഞ് തടിതപ്പിക്കൊണ്ട് കെ.സി. വേണുഗോപാലിൻ്റെ ഈ വലിയ തോതിലുള്ള ആധിപത്യത്തെ ലഘൂകരിക്കുകയാണ് വി.ഡി. സതീശൻ ചെയ്തത്. ഇനി മുസ്ലിം ലീഗിലേക്ക് വരാം. മുസ്ലിം ലീഗിൽ 5 മന്ത്രിമാരെയാണ് ഇന്ന് പ്രഖ്യാപിച്ചത്. വകുപ്പുകൾ പ്രഖ്യാപിച്ചിട്ടില്ല. പി.കെ. കുഞ്ഞാലിക്കുട്ടി, പി.കെ. ബഷീർ, എൻ. ഷംസുദ്ദീൻ, കെ.എം. ഷാജി, വി. അബ്ദുൾ ഗഫൂർ എന്നിവരാണ് മന്ത്രിമാരാകുന്നത്. 2.5 വർഷം പാറക്കൽ അബ്ദുള്ള മന്ത്രിയാകുമെന്ന് കൂടി ലീഗ് നേതൃത്വം അറിയിച്ചിരിക്കുകയാണ്. ഇനി കേരള കോൺഗ്രസിൽ നിന്ന് മോൻസ് ജോസഫ് മന്ത്രിയാകും. RSPയിൽ നിന്ന് ഷിബു ബേബി ജോൺ മന്ത്രിയാകും. CMPയിൽ നിന്ന് CP ജോൺ മന്ത്രിയാകും. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ നിന്ന് അനൂപ് ജേക്കബ് മന്ത്രിയാകും. എന്നാൽ ഇന്നലെ മുതൽ ഉടക്കി നിന്നിരുന്ന മാണി സി കാപ്പന്റെ കാര്യം എന്തായി എന്ന് വി.ഡി. സതീശന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി മാണി സി കാപ്പന്റെ കാര്യം പിന്നീട് പരിഗണിക്കും എന്നാണ്. അതുപോലെ തന്നെ അദ്ദേഹം അവകാശപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, 60 വർഷത്തിന് ശേഷം ആദ്യമാണ് ഒരു സമ്പൂർണ്ണ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നത്. 21 അംഗ മന്ത്രിസഭയായിരിക്കും ഉണ്ടായിരിക്കുക. മുഖ്യമന്ത്രി അടക്കം 21 പേരാണ് ഉണ്ടായിരിക്കുക. ഏതായാലും ഈ മന്ത്രിസഭാ ലിസ്റ്റ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കോൺഗ്രസിൽ കെ.സി. വേണുഗോപാലിന്റെ സമ്പൂർണ്ണ ആധിപത്യമാണ് ഉണ്ടായിരിക്കുന്നത്. സതീശന്റെ എല്ലാ നോമിനികളെയും വെട്ടിയൊതുക്കിക്കൊണ്ട്
വമ്പൻ നീക്കമാണ് കെ സി വേണുഗോപാൽ അവസാന നിമിഷം നടത്തിയത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരമൊരു മന്ത്രിസഭാ ലിസ്റ്റിന് കോൺഗ്രസിന് അംഗീകാരം നൽകാൻ കഴിഞ്ഞത്, വി ഡി സതീശന് അംഗീകാരം നൽകാൻ കഴിഞ്ഞത്. അദ്ദേഹം ഇതിന് പല ന്യായീകരണങ്ങൾ പറയുന്നുണ്ട് എങ്കിലും കെ സി വേണുഗോപാലിൻ്റെ സമ്പൂർണ്ണ ആധിപത്യം കോൺഗ്രസ് മന്ത്രിസഭയിൽ ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.